ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു മരമാണ് മുരിങ്ങ മരം. നമുക്ക് ഇന്ന് മുരിങ്ങ കൊണ്ടുള്ള ഒരു മീൻകറി ഉണ്ടാക്കാം. കറിക്ക് വേണ്ടി നമ്മളെല്ലാ സാധനവും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പില, പച്ചമുളക്, കുറച്ച് തക്കാളിയും, കുറച്ച് ഉള്ളിയും, ഒരു ചെറിയ കഷ്ണം പട്ടയും, കുറച്ച് കുരുമുളകും, ശകലം ഉലുവയും, കുറച്ച് കടുകും, ഒരു 3-4 കഷ്ണം കുടംപുളിയും, മഞ്ഞപ്പൊടിയും, പിന്നെ മുളക് പൊടിയും, പിന്നെ ഉപ്പും ഓയിലും. ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങ ഇല എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങാക്കോലും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മത്തി. എന്നാ തുടങ്ങാൻ പരിപാടി. ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ടയിട്ട് വെക്കാം. പിന്നെ കുറച്ച് ഉലുവയും കുറച്ച് കടുകും. കടുമുട പറഞ്ഞ് കടുക് കിട്ടുമ്പോൾ നമുക്ക് കറുവേപ്പില ഇടാൻ കുറച്ച് പച്ചമുളക് ഇടും. പിന്നെ നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. പടവാള എന്ന് മനസ്സിൽ കരുതി ഒരു കയ്യിലെടുത്തിട്ട് ഒരേ ഇളക്ക്. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വരുമ്പോൾ നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ച ഉള്ളി ഇടാം. ഇനിയും പടവാളം കൊണ്ട് നമുക്ക് അംഗം തുടങ്ങാം. ഉള്ളി അങ്ങനെ വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം. കഷ്ണങ്ങളാക്കിയ മുരിങ്ങാക്കോലും ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊടംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുരിങ്ങയിലിനെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിലിടെ അരച്ച മുരിങ്ങാലിൻ്റെ വെള്ളം നമുക്ക് നേരെ മീൻകറിയിൽ ഒഴിക്കാം. മുരിങ്ങ ഇലയിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള ക്വിസിഡിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. വൈറ്റമിൻ എ, ബി, സി, കാൽസ്യം, പൊട്ടാസ്യം, അയൺ എല്ലാം ഈ മുരിങ്ങ ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. ഓർഗാനിക് ആയിട്ടുള്ള മുരിങ്ങ മരത്തിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ. അങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വിഷും ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം കറി റെഡി. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്.